ഹലോ, വെൽക്കം ടു ഫിംഗർ മാജിക്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങളുടെ റീസൈക്കിൾഡ് ഇൻഡോർ ഗാർഡനിലേക്ക് വേണ്ടിയുള്ള ഒരു ചെടിയുടെ മരത്തിൻ്റെ രൂപത്തിലുള്ള ഒരു ചെടിച്ചട്ടിയാണ് കേട്ടോ. ഇതിന് നമുക്ക് വേണ്ടത് 2 ഐസ്ക്രീം പാത്രമോ, 2 വേണേ, 2 ഐസ്ക്രീം പാത്രമോ, ഏതെങ്കിലും പ്ലാസ്റ്റിക് പാത്രമോ, 2 ചെടിച്ചട്ടിയോ എന്തായാലും മതി. ആദ്യം നമുക്ക് ഇങ്ങനെ റോക്കിൻ്റെ ഡിസൈനിൽ കാർഡ്ബോർഡിലോട്ട് വരച്ചു കൊടുക്കാം. പല പല സൈസിൽ വരയ്ക്കണം. എന്നിട്ടിത് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ ഐസ്ക്രീം പാത്രത്തിലോട്ടോ ഏതെങ്കിലും പ്ലാസ്റ്റിക് പാത്രത്തിലോട്ട് നമുക്കിത് ഒട്ടിച്ച് കൊടുക്കണം. ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കണം. ടിഷ്യൂ പേപ്പർ ഫെവിക്കോളിലും കുറച്ച് വെള്ളവും ഈക്വലായിട്ട് വെള്ളം ഫെവിക്കോളും എടുത്തിട്ട് അതിൽ മുക്കി ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കണം. കംപ്ലീറ്റ് ബ്ലാക്ക് അടിക്കാം. പിന്നെ ബോർഡേഴ്സ് മാത്രം ബ്രൗൺ പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. ഇതുപോലെ ബോർഡേഴ്സ് മാത്രം ബ്രൗൺ പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. അത് ഉണങ്ങി കഴിയുമ്പോൾ കുറച്ച് മെറ്റാലിക് ക്രോം പെയിൻറ്റ് കുറച്ചായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഫൈനലി ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഈ 2 ചെടിച്ചട്ടികൾ അല്ലെങ്കിൽ 2 ഐസ്ക്രീം പാത്രങ്ങൾ നമ്മൾ ഡിസൈൻ ചെയ്തല്ലോ, 2 കൂടെ ചേർത്ത് ബേസുകൾ തമ്മിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല ഹൈറ്റ് ആയിരിക്കും. ഇതിൻ്റെ സൈഡിലോട്ട് നമ്മൾ മരത്തിൻ്റെ ഡിസൈൻ ഉണ്ടാക്കി കൊടുക്കുക. അത് കിച്ചൺ ടിഷ്യൂ വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ 2 ഇങ്ങനെ ബേസ് നമ്മൾ ചേർത്ത് വെച്ച് വരുമ്പം നല്ല ഹൈറ്റ് ഉണ്ടാവും. ഏകദേശം 1 അടി അത്രയൊക്കെ വരും. അപ്പോൾ അതിൻ്റെ മുകളിൽ ടിഷ്യൂ നമ്മൾ അതിൻ്റെ ഹൈറ്റിനേക്കാളും ഒരു 3-4 സെൻറ്റിമീറ്റർ കൂടുതൽ നീളത്തിൽ കിച്ചൺ ടിഷ്യൂ കട്ട് ചെയ്തിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കണം. നനഞ്ഞ ടവലിൻ്റെ മുകളിൽ, ചെറിയ നനവുള്ള ടവലിൻ്റെ മുകളിൽ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ ഇത്ര ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനി നമുക്ക് കാർഡ്ബോർഡിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. കാർഡ്ബോർഡിൽ കിച്ചൺ ടിഷ്യൂൻ്റെ നീളമുള്ള കാർഡ്ബോർഡിൽ ഇപ്പോൾ ഫെവിക്കോൾ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കും. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ വെറുതെ സ്ട്രെയിറ്റ് ആയിട്ട് ഒട്ടിക്കരുത്, കുറച്ചൊക്കെ ഇങ്ങോട്ട് പിന്നിയ പോലെയൊക്കെ ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. എല്ലാം അതിലോട്ട് ഒട്ടിക്കാം. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കാർഡ്ബോർഡ് വെട്ടിയെടുത്തിട്ട് ഈ ചെടിച്ചട്ടിയുടെ സൈഡിലോട്ട് വെക്കണം. ഏത് സൈഡിൽ വേണേലും വയ്ക്കാം, എനിക്കിഷ്ടം പോലെ. കണ്ടോ, കുറച്ച് പിണച്ചൊക്കെ വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു കോട്ട് ഫെവിക്കോളും വെള്ളവും ഈക്വലായിട്ട് മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ഹാർഡായിട്ടിരിക്കും, ചീത്തയാവത്തില്ല, ഇളകിയും പോകത്തില്ല. അപ്പോൾ ഫെവിക്കോൾ ഒരു കോട്ടിങ് കൊടുത്താൽ നല്ല ഹാർഡായിട്ട് സ്റ്റിഫായിട്ട് നല്ല ലാസ്റ്റ് ചെയ്യും. ഉണങ്ങി കഴിയുമ്പം പെയിൻ്റ് അടിച്ചു കൊടുക്കുക. ഗ്രേ പെയിൻറ്റും ബ്രൗണും മിക്സ് ചെയ്താണ് അടിച്ചേക്കുന്നത്. ഇത് ഏരിയൽ റൂട്ടാണ്, മണി പ്ലാന്റിൻ്റെ ഏരിയൽ റൂട്ട്. അത് കുറച്ചിങ്ങനെ മരത്തിന് തൂങ്ങിക്കിടക്കുന്ന പോലെ വെക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ച് തന്നെ ഈ റൂട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരെ പറിച്ചുകൊണ്ട് വന്നതിനകത്തോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മരത്തിൻ്റെ തലഭാഗമായിട്ട് ഈ ടേർട്ടിൽ വൈൻ പ്ലാന്റാണ് വെച്ച് കൊടുത്തേക്കാം. ചെടിച്ചട്ടിയോടെ എടുത്ത് വെച്ച് കൊടുത്തേക്കാണ്. ഇതിലോട്ട് നമ്മൾ ഏരിയൽ റൂട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ മരത്തിൽ നിന്ന് വള്ളി തൂങ്ങിക്കിടക്കുന്ന ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു 5-6 ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആകെ വേണ്ടത് കാർഡ്ബോർഡ്, പിന്നെ 2 പാത്രം, കുറച്ച് പെയിൻറ്റ്, കിച്ചൺ ടിഷ്യൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.